Design process. Hospital design process. First one, facility mix. Facility mix is list of various components of proposed hospital and derived from the detailed project report. അതായത് ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ബിൽഡിങ്ങിൽ എന്തൊക്കെ റൂംസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര വേണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. ഇറ്റ് വിൽ ഗീവ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻപേഷ്യൻ റൂംസ് ആൻഡ് വാർഡ്സ്. അതുപോലെ തന്നെ തേഴ്സ്റ്റ് ഏരിയാസ് ഫോർ പ്രൊപ്പോസ്ഡ് ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഫെസിലിറ്റി മിക്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷണൽ ആൻഡ് സ്പേസ് പ്രോഗ്രാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് ഫെസിലിറ്റി മിക്സ് ഡിറൈവ്ഡ് ദ ഫ്രം ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് ടൈം ടു അണ്ടർടേക്കിംഗ് പ്രോഗ്രാമിംഗ്. അതായത് ഫെസിലിറ്റി മിക്സിൽ നമ്മൾ എന്തൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, എന്തൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് അവിടെ കിട്ടും. അതിൽ നിന്ന് നമ്മൾ സ്പേസ്, ഇറ്റ് സെർവ്സ് എ കോമൺ പോളിസി ഡോക്യുമെൻറ്റ് വിച്ച് ഔട്ട്ലൈൻ ദ പാരാമീറ്റർ വിഷൻ പ്രൊജക്ട് ഫോർ ഓൾ മെമ്പേഴ്സ് ഓഫ് പ്ലാനിങ് ആൻഡ് ഡിസൈൻ ടീം. ആ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ടീമിന് കറക്റ്റ് ഓരോന്നിൻ്റെയും പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട് സ്പേസുകൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഫങ്ഷൻ ആൻഡ് സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ലാർജർ പ്രൊജക്ട് ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് വെരി ഓഫൺ എക്സീഡ് ലോങ് ടേം ഓപ്പറേഷണൽ ഫെസിലിറ്റി 4 to 5 years. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 3 to 5 years കൊണ്ടോ, അല്ലെങ്കിൽ 2 to 3 years, അല്ലെങ്കിൽ 4 to 5 years ഉള്ള. അപ്പോൾ ഓരോ വർക്കുകളും ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ പ്രൊജക്റ്റായിട്ട് മാറ്റുന്നതാണ് ഫങ്ഷൻ ആൻഡ് സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫെസിലിറ്റിയിൽ നമ്മൾ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കും. അതിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻ അസസ്മെൻറ്റ് സിറ്റുവേഷൻ ഓർ ഗ്രൗണ്ട് എക്സിസ്റ്റിംഗ്, പ്ലാനിങ് ഒബ്ജക്റ്റീവ് വിഷൻ ഓഫ് ഫ്യൂച്ചറിൻ്റെ വിഷൻ, എക്സിസ്റ്റിംഗ് പ്രൊപ്പോസ്ഡ് വർക്ക് ലോഡ്, പ്രൊപ്പോസ്ഡ് ടൈം, പ്രൊപ്പോസ്ഡ് സ്റ്റാഫിങ്, അതിന് വേണ്ടത് ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം അസംഷൻസ്, എക്യുപ്മെൻറ്റ്സ് ലിസ്റ്റ് ആൻഡ് ഫങ്ഷൻ അഡ്ജസ്റ്റൻസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര മീറ്റർ വേണം, എത്ര സ്പേസ് വേണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഡയഗ്രമായിട്ട് ഒരു പ്ലാൻ വരയ്ക്കുന്നതാണ് ഫങ്ഷണൽ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നതാണ് സ്ലാക്ക് പ്ലാൻ. ഈ സ്ലാക്ക് പ്ലാനിൽ ഇതേപോലെ തന്നെ ആർക്കിടെക്ചർ പ്ലാൻ തന്നെയാണ്. XY ആക്സിസിൽ അതിനെ നമുക്ക് പ്ലാൻ ചെയ്ത് വെർട്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെയുള്ള സ്ട്രക്ചറൊക്കെ ചെയ്യുമ്പോഴാണ് സ്ലാക്ക് പ്ലാൻ നമ്മൾ യൂസ് ചെയ്യുക. അത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലാക്ക് പ്ലാൻ ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഒരു 3 ഡയമെൻഷനായിട്ടുള്ള ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്താലും നമ്മൾ ആ ഡോക്യുമെൻറ്റ് ചിലപ്പോൾ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് പിറ്റ് ബാൾസ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ തിരിച്ചടികൾ ഉണ്ടാവാം. നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ബിൽഡിങ് പണിയാനായിട്ട് പറ്റില്ല. ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. അതായത് നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, അത് സ്റ്റാറ്റിക്കാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് ഡൈനാമിക്കാണ്. അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആ സ്ട്രക്ചർ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് വരച്ചിട്ടുണ്ടാവും. ആ സ്ട്രക്ചറിൽ അതിൻ്റെ ഉള്ളിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാനായിട്ട് വരും. ഇനി ഫാക്ടേഴ്സ് ഓഫ് സൈറ്റ് സെലക്ഷൻ. ഇനി നമ്മൾ പ്ലാനും അതൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈറ്റ് സെലക്ഷനാണ്. ലൊക്കേഷൻ ഏതൊക്കെയാണ്, ഷേപ്പ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സൈറ്റ് സെലക്ഷനിലാണ്. പ്രോക്സിമിറ്റി, അതായത് നമ്മൾ ഡിസൈനിലൊക്കെ മാറ്റം വരുത്തുന്നത്, എലിവേഷനൊക്കെ മാറ്റം വരുത്തുന്നത് ഈ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഫോർ പ്രൊപ്പോസ്ഡ് ഹെൽത്ത് കെയർ പൊസിഷൻ, പ്രോക്സിമിറ്റി ടു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ്. നമുക്ക് പെട്ടെന്ന് യാത്രാ സൗകര്യം, പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മൾ റോഡ്, റെയിൽ, എയർപോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്ന തരത്തിൽ അതിന് സമീപസ്ഥമായിട്ടാണ് നമ്മൾ സൈറ്റുകൾ സെലക്ട് ചെയ്യുക. ഗുഡ് ആക്സസ് റോഡ്സ്, വിസിബിലിറ്റി, ലൊക്കേഷൻ ഓഫ് കമ്മിറ്റഡ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ലൊക്കേഷനിലല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട്. പിന്നെ പീസ് ഓഫ് ലാൻഡ് ലിങ്ക്ഡ് ടു പ്രൈസ്, ഫ്ലോർ സ്പേസ് ആണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. നമ്മൾ എത്രയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത്. പീസ് ഓഫ് ലാൻഡ് ഡിറ്റർമിനിങ് ഹൗ മച്ച് ബിൽഡപ്പ് ഏരിയ, എത്രമാത്രം ബിൽഡിങ് പണിയാൻ പറ്റും, അതിലെത്ര സ്ട്രക്ചർ വരെ മുകളിലേക്ക് പോകാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൈറ്റ് സെലക്ഷനിൽ ചെയ്യേണ്ടതാണ്. ദിസ് ഈസ് യൂഷ്വലി മാറ്റർ ഓഫ് കോമൺ സെൻസ്. തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ സ്മോളർ സൈറ്റ്സിന് 1:1.5, അതായത് നമ്മൾ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ് പറയുന്നത്. അതിൻ്റെ ഒരു സൈസ് വെച്ചിട്ടാണ് വർക്ക് ബെസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ലോങ് സൈഡ് യുവർ ലക്കിയർ ദർസ് എ റോഡ്സ് ആർ 2 or more സൈഡ്സ്. അതായത് ഇവിടെ നമ്മൾ 3 സൈഡ് റോഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സൈഡിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ബെറ്റർ ആയിരിക്കും. എല്ലാ സൈഡ്സിലും റോഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്.
പിന്നെ നല്ല സ്മോൾ സൈറ്റ്സുകൾ ഓഡ് ജാഗ്ഡ് ഷേപ്സ് ഒന്നും അല്ലാണ്ട് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സൈസാണ് കുറച്ചും കൂടി നല്ലത്. ബിൽഡിങ്ങൊക്കെ പണിയാനായിട്ട് നല്ലത് അതാണ്. ഇനി സോണിങ്, മൾട്ടിപ്പിൾ യൂസേജ് ഓഫ് ബിൽഡിംഗ് ഹൗസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫങ്ഷൻസ് അനുസരിച്ച് ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് തിരിക്കുക. ഈസി യൂസേജ് ഒക്യുപ്പൈ ചെയ്യുന്നതിനനുസരിച്ച് പല സോണുകളായിട്ട് തിരിക്കുക. ഫങ്ഷൻ സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ബിൽഡിംഗ്, അതായത് ഇതിന് ഇന്നർ റോഡുകൾ ഉണ്ടായിരിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ബിൽഡിങ്ങുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്നർ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ദ ടോപ്പോഗ്രഫി ഓഫ് ദ സൈറ്റ്, അതിൽ നമുക്ക് ആ സോൺ ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പോഗ്രഫി, ആ ഭൂമിയുടെ സ്ഥിതി അനുസരിച്ചാണ് നമ്മളത് ഏതൊക്കെ ഭാഗത്തേക്ക് സോൺ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. വെഹിക്കുലാർ പെഡസ്ട്രിയൻ സർക്കുലേഷൻ കണക്ഷൻ ബിറ്റ്വീൻ ദ ബിൽഡിംഗ്, വണ്ടികളായാലും യാത്രക്കാർക്കായാലും അതിൻ്റെ ഉള്ളിലൂടെ കടക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. സ്പെഷ്യൽ സൈറ്റ് ഫീച്ചേഴ്സ് ട്രീസ്, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, വാട്ടർ ബോഡീസ്, HT ലൈന്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിൽഡിങ് ട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓറിയൻറ്റേഷൻ ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു സൺലൈറ്റ് ആൻഡ് പ്രിവെയിലിംഗ് വിൻഡ്സ്, കാറ്റിൻ്റെ ഇത് ഗതിക്കനുസരിച്ചും അതുപോലെ തന്നെ സൺലൈറ്റ് നന്നായി കിട്ടുന്ന രീതിയിലും ആയിരിക്കണം ബിൽഡിങ്ങിൻ്റെ സോണ്. അതിൻ്റെ ബിൽഡിങ് ശരിക്കും സോൺ ചെയ്യേണ്ടത്, ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ.